ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും GK വേൾഡ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശിൽക. അപ്പോൾ 10th പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി GK വേൾഡ് PSC ഒരു ഫ്രീ ക്ലാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസും ക്ലാസ്സുകളും താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ടൈം ടേബിൾ തിരിച്ച് നിങ്ങളുടെ ക്ലാസ്സുകൾ നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി GK വേൾഡ് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ ഒരു 10ഓളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനിയൊരു സെറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം. ഇവിടെ ആൻസറായി വരുന്നത് ബസാൾട്ട്. എന്താണ് ആഗ്നേയശില? മാഗ്മ തരംതുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശില. ഇതിനെ പ്രാഥമിക ശില, അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, പിതൃശില എന്നിങ്ങനെ അറിയപ്പെടുന്നു. അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നതും ആഗ്നേയശിലയാണ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശിലകൾ. ഫോസിലുകൾ കാണപ്പെടാത്ത ശില. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ശിലയും ആഗ്നേയശിലയാണ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളറൈറ്റ്, ഗാബ്രോ, ബാത്തോലിറ്റ്സ്, ലാക്കോലിറ്റ്സ്, സിൽസ്, ഡൈക്സ്. ഇവിടെ ബസാൾട്ടിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ് അഥവാ റിഗർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി. ആൻസർ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഭൂമിശാസ്ത്രപരമായി ഭൂമിയുടെ ഉത്തര പൂർവ്വ അർദ്ധഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഇവിടെ ആൻസറായി വരുന്നത് ഏഷ്യൻ വികസന ബാങ്കാണ്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം മനില, ഫിലിപ്പീൻസിലെ മനിലയാണ് ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി, എല്ലാം ശരിയാണ്. ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ മൊത്ത വരുമാനമാണ് ദേശീയ വരുമാനം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഉത്തരം എ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ഇത് നിലവിൽ വന്നത് 1995 ജനുവരി 1-നാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഡി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ഡോക്ടർ KN രാജാണ്. ഇദ്ദേഹം ഒരു മലയാളിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലാവധി 1951 മുതൽ 56 വരെയായിരുന്നു. ഈ പദ്ധതി ഊന്നൽ നൽകിയ മേഖല കൃഷി, ജലസേചനം എന്നീ മേഖലയിലേക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിക്കപ്പെട്ട ജലസേചന പദ്ധതിയാണ് ബക്രാം നംഗൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നിവ. സാമൂഹിക വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയുമായിരുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവ്. ആൻസർ 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെ.
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഫസ്റ്റ് സ്റ്റേജ് 1960 1970, സെക്കൻഡ് സ്റ്റേജ് 1970 മുതൽ 1980 വരെ. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ച സ്ഥലം പഞ്ചാബ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ വിള ഗോതമ്പ്. അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം നടന്നത്. അടുത്ത ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം സി. ജനുവരി 2021 RBI ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ഡിജിറ്റൽ പേയ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കണക്കാക്കുന്നതാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക എന്ന് പറയുന്നത്. എന്താണ് ജെറിമാൻഡറിംഗ്? നിയമനിർമ്മാണ സമിതിക്കുള്ളിൽ പ്രത്യേക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുകൂലമായി തിരഞ്ഞെടുപ്പു ജില്ലകളുടെ അതിരുകൾ നിശ്ചയിക്കുന്ന രീതിയാണ് ജെറിമാൻഡറിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത്? ഉത്തരം ഡി. 330 മുതൽ 342 വരെയുള്ള അനുച്ഛേദത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു ആപ്പ് പരിചയപ്പെടുത്തുകയാണ്, അൺഅക്കാദമി ആപ്പ്. ഈ അൺഅക്കാദമി ആപ്പിൽ PSCയുടെ എല്ലാത്തര കോഴ്സുകളും അവൈലബിൾ ആണ്. അവരോരോ ബാച്ച് ഓരോ എക്സാമിനും ഓരോ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് അറിവ്. പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ദൗത്യം മാർച്ച് 9 സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അടുത്തത് ആരംഭം 100 days കംപ്ലീറ്റ് ബാച്ചാണ്. മാർച്ച് 2 ഇത് ആരംഭിച്ചിരുന്നത്. 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ഉയരെ 180 ദിവസത്തെ ഒരു KS ബാച്ചാണ്. പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ ബാച്ച് നയിക്കുന്നത്. അറിവ് 120 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ്. SSCRTC ബേസ് ചെയ്തുകൊണ്ടുള്ള ബാച്ചാണ്. ജേതാവ് 100 daysൻ്റെ കംപ്ലീറ്റ് ബേവ്കോ LD എക്സാമിൻ്റെ ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഷാഫി ഐ ഈ ഒരു കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുകയായിരിക്കും. ഇനി 19% ഡിസ്കൗണ്ട് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കോയിൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു ഓൾ.